ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കൊല്ലം ജില്ല മുഴുവൻ കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം നോക്കാം. കേട്ടല്ലോ അല്ലേ? ഇത് വെറുമൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല, ഒരു വല്ലാത്ത സംഭവം തന്നെ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ഇലക്ഷന് ഇത്രയധികം പ്രാധാന്യം വരുന്നത്? നമുക്കൊന്ന് നോക്കാം. ശരിക്കും കേരളത്തില്, പ്രത്യേകിച്ച് നമ്മൾ കൊല്ലത്തൊക്കെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് വെറുതെ പോയി വോട്ട് ചെയ്യുന്നൊരു പരിപാടി മാത്രമല്ല, അല്ലേ? അത് ശരിക്കും ആളുകൾ ഒന്നടങ്കം ഏറ്റെടുക്കുന്നൊരു ഉത്സവം തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ആളുകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടല്ലോ, അത് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ഇത്രയും ആവേശത്തോടെ ഇത്രയധികം പേര് പങ്കെടുക്കുന്ന വേറൊരു ലോക്കൽ ഇലക്ഷൻ കാണാൻ തന്നെ പാടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഉത്സവ പ്രതീതി വരുന്നത്? അതിന്റെ പ്രധാന കാരണം നമ്മുടെയൊക്കെ ഉയർന്നൊരു പൗരബോധവും ജനാധിപത്യത്തിലുള്ളൊരു വിശ്വാസവുമൊക്കെയാണ്. നമ്മൾ ലോകത്തെവിടെയായിരുന്നാലും ഇലക്ഷൻ ദിവസമെന്ന് പറയുമ്പോൾ നമുക്ക് നാടിനെ ഓർമ്മ വരും. അതെ, ആ ഒരു ജനാധിപത്യ ഉത്സവത്തിലേക്കാണ് ഇപ്പോൾ കൊല്ലവും തയ്യാറെടുക്കുന്നത്. ശരി, അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. എല്ലാവരും കാത്തിരിക്കുന്നത് ആ പ്രധാനപ്പെട്ട തീയതികൾ അറിയാനായിരിക്കും, അല്ലേ? നിങ്ങളുടെ കലണ്ടറൊക്കെ എടുത്ത് റെഡിയായിരുന്നോളൂ. ഈ ദിവസങ്ങൾ ഇപ്പം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഡേറ്റ്സ്. ഡിസംബർ 11 ഒരു വ്യാഴാഴ്ചയാണ് നമ്മുടെ വോട്ടെടുപ്പ്. പിന്നെ അധികം ടെൻഷൻ അടിക്കേണ്ടി വരില്ല, കാരണം 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 13 ശനിയാഴ്ച രാവിലെ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഈ ഇലക്ഷന്റെ ഒരു വലിപ്പം എത്രത്തോളമുണ്ടെന്നറിയണോ? അതിന് വേറൊന്നും നോക്കണ്ട, നമ്മുടെ വോട്ടർമാരുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. കേട്ടാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവും. 22,54,848. ഒന്നാലോചിച്ച് നോക്കിയേ, ഇതൊരു ചെറിയ സംഖ്യയാണോ? അല്ലേ അല്ല, ചില കൊച്ചു രാജ്യങ്ങളിലെ ജനസംഖ്യയേക്കാൾ കൂടുതലുണ്ടിത്. അതെ, ഇത് വെറുമൊരു കണക്ക് മാത്രമല്ല. കൊല്ലത്തിന്റെ ഭാവി ആരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയാൻ പോകുന്ന ജനങ്ങളുടെ ശബ്ദമാണത്. ഈ 22 ലക്ഷം പേരിൽ ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്. ഓരോ വോട്ടും നിർണായകമാണ്. നമ്മുടെ ഡെമോക്രസിയുടെ യഥാർത്ഥ പവർ അതാണ് ഈ സംഖ്യയിൽ കാണുന്നത്. പിന്നെ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംശയമാണ്, ഇലക്ഷന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഏറ്റവും കറക്റ്റായിട്ട് എവിടെ കിട്ടും എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഒന്ന് നോട്ട് ചെയ്തോളൂ: കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online/കൊല്ലം. നിങ്ങൾ ലോകത്ത് എവിടെയായിരുന്നാലും വേണ്ടില്ല, കൊല്ലത്തെ ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ കിട്ടും. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുവാണ്. ഈയൊരു വലിയ ജനാധിപത്യ ഉത്സവത്തിൽ നിങ്ങളുടെ റോൾ എന്തായിരിക്കും? വെറുമൊരു കാഴ്ചക്കാരനായി മാറി നിൽക്കാനാണോ പ്ലാൻ, അതോ ഇതിന്റെ ഭാഗമാവാനാണോ? ഓർക്കുക, നമ്മൾ ഓരോരുത്തരും കൂടിച്ചേരുമ്പോഴാണ് ഇതൊരു യഥാർത്ഥ ഉത്സവമായി മാറുന്നത്.